72 മണിക്കൂറുകൾക്ക് ഇപ്പുറം ഇളയ ദളപതി വിജയുടെ പ്രതികരണം വന്നിരിക്കുന്നു. പ്രതികാരം എന്നോടായിക്കോളൂ CM സാർ, എൻ്റെ ജനങ്ങളെ വെറുതെ വിടൂ. മിസ്റ്റർ വിജയ്, നിങ്ങൾക്ക് ഈ DMK ഇതുവരെ അറിഞ്ഞൂടെ? നിങ്ങൾ കുട്ടിയാണ്. യു ആർ ജസ്റ്റ് എൻ അമൂൽ ബേബി. നിങ്ങൾക്ക് വളരെ ആരാധകരുണ്ട്. ആ ആരാധകരെ വോട്ടാക്കി മാറ്റാം. തൻ്റെ കരിയറിന്റെ പീക്ക് ടൈമിൽ ഇറങ്ങി നിന്ന് വോട്ട് ചോദിച്ച് അതിലൂടെ മുഖ്യമന്ത്രിയാകാം എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാവും. നിങ്ങളുടെ ഈ ഇന്റൻഷനൊക്കെ ഏകദേശമൊക്കെ ഞങ്ങൾക്ക് അറിയാം. എന്നാൽ അത് വിട്. പക്ഷെ ഇപ്പൊ അവിടെ ഭരിക്കുന്നവന്മാരെ നിങ്ങൾ സൂക്ഷിക്കുക. ഇവന്മാരാരെ കൊന്നിട്ടും നിങ്ങളോടുള്ള പ്രതികാരം വിട്ട്. നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കൂ. താങ്കൾ ഇടയ്ക്ക് പറയാറില്ലേ മോഡി അവർകളെ എന്ന് പറഞ്ഞിട്ട് താങ്കൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ആ മനുഷ്യൻ പണ്ട് കാശ്മീരിൽ തീവ്രവാദികൾ വിളയാടിയിരുന്ന സമയത്ത് ആ മനുഷ്യൻ ലാൽ ചൗക്കിൽ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ, ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് പോലും ഇല്ലാതെ അവിടെയുള്ള തീവ്രവാദികളെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ പോയി പതാക ഉയർത്തിയ വ്യക്തിയാണ്. അയാളുടെ കൂടെ ഒരുപാട് പേർ അനുഗമിച്ചു. അത്രയും പേരുടെ ജീവന് ത്രെട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങൾ ഇത് കേട്ട ടെൻഷനിൽ അവിടം വിട്ട് ഓടിപ്പോയി. പിന്നെ വേറെ ന്യൂസ് വന്നു, ആരോടും മിണ്ടുന്നില്ല, കരച്ചിൽ തന്നെ കരച്ചിൽ. ഹൗ കുഡ് ബി എ ലീഡർ? നിങ്ങൾ എങ്ങനെ ലീഡർ ആകും? നിങ്ങൾ കരയാനും നിങ്ങൾ പതറാനും ഒന്നും പാടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ അറിയണം, ജനങ്ങളോട് സംസാരിക്കാൻ അറിയണം, അതിൽ പരിക്ക് പറ്റിയവരെയും ഉറ്റവരും ഉടയവരെയും നഷ്ടപ്പെട്ടവരെയും കാണാൻ കഴിയണം, അവരോട് സംസാരിക്കാൻ അറിയണം, അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കാൻ അറിയണം. പിന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമല്ല ഇതുപോലെ 100 കുത്തു വരും. ഇത് നിങ്ങളുടെ ആദ്യത്തെ അനുഭവമാണ് മിസ്റ്റർ വിജയ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ തിരഞ്ഞെടുക്കുന്നു, ആ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അവർക്ക് നല്ലത് ചെയ്യുന്നു എന്നതാണ്. എങ്കിലും ഇവിടെ അതൊരു യുദ്ധമാണ്. തമിഴകത്തിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള, തമിഴകത്തിന്റെ അധികാര സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ തമിഴകത്തിന് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് എനിക്കുറപ്പുള്ള നേതാവ് അണ്ണാമലയാണ്. പക്ഷേ അദ്ദേഹം ജയിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഇതിലും വലിയ തിരിച്ചടികൾ അവിടെ നടക്കും. അതാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി. സൂക്ഷിക്കുക. ഇങ്ങനെയൊന്നും അല്ല പ്രതികരിക്കേണ്ടത്. ഇത്രയും സമയം കഴിഞ്ഞും അല്ല പ്രതികരിക്കേണ്ടത്. ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അഭിനയിക്കുന്നത് അറ്റ്ലിയുടെയോ മുരുകദാസിന്റെയോ ചിത്രത്തിൽ അഭിനയിക്കുന്നതല്ല. ഇവിടെ റീടേക്കുകളും ഇല്ല. സിനിമയിൽ രക്ഷകനായിരുന്ന നിങ്ങൾ ജീവിതത്തിൽ അതേ സന്ദർഭത്തിൽ നിന്ന് രക്ഷിക്കേണ്ട സന്ദർഭത്തിൽ ഓടി ഒളിച്ച ആളാണ്.